ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസിൽ എങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ വിൻഡോസ് 11 അതിനുള്ള ഒഫീഷ്യൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഒന്നുകിൽ ഈ ഒരു സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് സ്നിപ്പിംഗ് ടൂൾ എന്നുള്ളത് സെർച്ച് ചെയ്യാവുന്നതാണ്. സ്നിപ്പിംഗ് ടൂൾ എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനൊരു ആപ്പ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ല ഡയറക്റ്റ് ഈ ഒരു പേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് വരുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോസ് കീ കാണാൻ പറ്റും. അതിൽ ഞെക്കി പിടിക്കുക. അതുപോലെ തന്നെ ഷിഫ്റ്റിൽ ഞെക്കി പിടിക്കുക. എന്നിട്ട് എസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് മൂന്നും കൂടി ഞെക്കി പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. വിൻഡോസ് ബട്ടണും ഷിഫ്റ്റും എസും കൂടി ഒരുമിച്ചാണ് ഞെക്കി പിടിക്കേണ്ടത്. അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുകളിൽ ക്യാമറയുടെ ബട്ടണും വീഡിയോയുടെ ബട്ടണും കാണാൻ പറ്റും. സ്ക്രീൻഷോട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം അതിന് ഈ ഒരു സ്നിപ്പ് എന്നുള്ള ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം റെക്റ്റാങ്കിൾ രീതിയിലുള്ള ഏരിയ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ലാസ്റ്റ് ഏരിയ വരെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്താൽ ഈ ഒരു സ്ക്രീൻ ഫുള്ള് സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ സെലക്ട് ചെയ്യാൻ ഈ ഒരു മൗസ് പാഡിന്റെ ലെഫ്റ്റ് ഭാഗം ഞെക്കി പിടിക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അത് സെലക്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്താൽ സ്ക്രീൻഷോട്ട് ആവുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. അത് ഫോൾഡറിൽ സേവ് ആവുന്നതായിരിക്കും. ഇനി കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. അപ്പം ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇത് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ മാത്രമല്ല, ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഏരിയ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഫോം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം മാത്രം സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് അത് വിട്ടാൽ നേരത്തെ പോലെ ആ ഒരു സ്ക്രീൻഷോട്ട് സേവ് ആവുന്നതായിരിക്കും. നേരത്തെ പോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോട്ടോ വീണ്ടും കാണാൻ പറ്റും. വീണ്ടും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല വേറെയും കുറച്ച് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഫ്രീ ഫോം ഉണ്ട്, പിന്നെ വിൻഡോസ് ഉണ്ട്, ഫുൾ സ്ക്രീൻ ഉണ്ട്. ഫുൾ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഫുൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വിൻഡോസിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.